നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റവ് ദേ കത്തിക്കുമ്പോൾ ഇതുപോലെയാണ് കത്തുന്നതെങ്കിൽ കണ്ടോ, ഒരു സൈഡ് മാത്രമേ തീയുള്ളൂ, മറ്റേ സൈഡ് തീയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 20 ദിവസം കൊണ്ട് ഈ ഒരു ഗ്യാസ് കുറ്റി പൂർണ്ണമായിട്ടും തീരും. നമ്മുടെ ഈ ഗ്യാസ് കുറ്റി ഒരു തവണ മേടിച്ചു കഴിഞ്ഞാൽ ഒരു 3-3.5 മാസം വരെ ഉപയോഗിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബർണർ കേട്ടോ, എല്ലാ ഗ്യാസിനും കാണും, എല്ലാ ഗ്യാസ് സ്റ്റൗവിനും കാണും ഈ പറയുന്ന ബർണർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്താണ് നമ്മുടെ ഈ പറയുന്ന ഗ്യാസ് കൂടുതലായിട്ടും ലീക്കായി പോകുന്നത്. ഇതിനകത്തുള്ള ഹോൾ ഉണ്ടോ, നിറച്ച് ഹോളാണ്. ഈ ഹോൾ വഴിയാണ് നമുക്ക് തീ പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ ഹോളിനകത്ത് കരടോ കാർബണോ കയറി അടയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ ഒരു തീ പുറത്തേക്ക് വരാത്തതും കൂടുതൽ ഗ്യാസ് ചിലവാകുന്നത്. ഒന്നെന്ന് പറയുന്നത് വിനാഗിരിയാണ്, പിന്നെന്ന് പറയുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ. അപ്പം പിന്നെ വേണ്ടുന്നത് ഇതുപോലൊരു ഏതെങ്കിലും ഒരു സോപ്പിൻ്റെ നമ്മുടെ ഡിഷ് വാഷോ അല്ലെങ്കിൽ പറയുന്ന ഹാൻഡ് വാഷോ അങ്ങനെ എന്ത് നമുക്ക് എടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സോഡാപ്പൊടി ഉണ്ടല്ലോ, സോഡാപ്പൊടി ഒരു സ്പൂണോളം നമ്മുടെ ഈ ഒരു വിനാഗിരി നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു ബർണറിനകത്തേക്ക് ഒഴിക്കുകയാണേ. ഏകദേശം ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബർണർ ഇപ്പം ഇട്ട് വെച്ചിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പം എല്ലാം ഇളകിയിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡ് രൂപേണയുള്ള എന്തൊരു സോപ്പിൻ്റെ ഒരു ഇതായാലും മതിയാകും. ഇപ്പം കുറച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉപയോഗശൂന്യമായ ഒരു ബ്രഷ് എടുക്കാം. ബ്രഷ് എടുത്തിട്ട് നല്ലപോലെ നമ്മുടെ ഈ ബർണർ തേച്ചങ്ങ് കഴുകുക കേട്ടോ. അകത്തായിരിക്കും കൂടുതലും കരിയും കാർബണും ഉണ്ടാവുക. അപ്പം അവിടെയും നല്ലപോലെ തന്നെ നമുക്ക് ഈ ഒരു സാധനം വെച്ച് തേച്ച് ഉരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ബർണർ രണ്ടും നമ്മൾ നല്ലപോലെ കഴുകി ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാരണവശാലും വെള്ളമയത്തോടുകൂടി വരരുത്, നല്ലപോലെ ഉണക്കി വേണം കൊണ്ടുവരാൻ. ഇനി നമുക്കിത് കത്തിച്ച് നോക്കാം ഇതിനകത്ത് തീ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം. താണ്ടോ, നമ്മൾ കത്തിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് തീ മുകളിലേക്ക് വന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും.